ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. വേനൽ കടുത്തതോടെ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായി. കിണറുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ വറ്റി വരളുകയും പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ ജില്ലയിലെ 3 പ്രധാന നദികളെല്ലാം തന്നെ ജലനിരപ്പ് വളരെ താഴ്ന്ന അവസ്ഥയിലുമാണ്. റാന്നി, കോന്നി പ്രദേശങ്ങളിൽ കാട്ടിലും ജലക്ഷാമം രൂക്ഷമായതിന് തെളിവായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. ജില്ലയിലെ പന്തളം, തിരുവല്ല തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ ജലക്ഷാമം കൃഷിയെയും നന്നായി ബാധിച്ചിട്ടുണ്ട്. ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതും സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാമുമായ കക്കി ആനത്തോട് ഡാമിൽ 32.1% ജലം മാത്രമാണ് നിലവിലുള്ളത്. മണിയാർ ഡാമിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ പമ്പ ഇറിഗേഷന്റെ കീഴിലുള്ള പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ കൃഷിക്കും മറ്റുമായി വെള്ളമെത്തുന്ന ഇടതുകര, വലതുകര കനാലുകളുടെ പ്രവർത്തനവും നിലച്ചിട്ടുണ്ട്. റാന്നി മുതൽ കുട്ടനാട് വരെ ഏതാണ്ട് 420 കിലോമീറ്ററുകളായി നീണ്ടുകിടക്കുന്ന 10,000-കണക്കിന് ഹെക്ടർ കൃഷിസ്ഥലത്തെ ജലവിതരണവും ഇതുമൂലം മുടങ്ങിയിട്ടുണ്ട്. കക്കാട്, മണിയാർ, കാരികയം തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും വെള്ളം പുറത്തുവിടുന്നത് കുറഞ്ഞത് സ്ഥിതി സങ്കീർണമാക്കി. ജലസ്രോതസ്സുകൾ മലിനമാകാതെ സംരക്ഷിക്കാനും ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും പത്തനംതിട്ട ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പതിനാറാമത് സെൻസസ് പ്രവർത്തനങ്ങളോട് അനുബന്ധിച്ച് ജില്ലാ ചാർജ് തല ഉദ്യോഗസ്ഥർക്ക് ഈ മാസം 20 മുതൽ 26 വരെ 2 ബാച്ചുകളിലായി നടക്കുന്ന പരിശീലന പരിപാടിക്ക് പത്തനംതിട്ട ജില്ലയിൽ തുടക്കമായി. പത്തനംതിട്ട കളക്ടറേറ്റ് ഗവി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നിർവഹിച്ചു. 2 ബാച്ചുകളിലായി രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പരിശീലനം. സെൻസസ് ഡയറക്ടറേറ്റ് പ്രതിനിധികളായ കെ ശ്രീകുമാർ, CK കാർത്തിക എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ലാസ്. രാജ്യത്തെ 16ാമത് സെൻസസ് പ്രവർത്തനങ്ങൾ ഭവന പട്ടികപ്പെടുത്തൽ, ജനസംഖ്യാ കണക്കെടുപ്പ് എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായി 2026-27 വർഷത്തിൽ സെൻസസ് നടത്തും. ജൂലൈ 1 മുതൽ 31 വരെ പ്രാരംഭഘട്ടമായ ഭവന പട്ടികപ്പെടുത്തൽ സംസ്ഥാനത്ത് നടക്കും. കടമനിട്ട ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കടമനിട്ട വലിയ പടയണിക്ക് സമാപനമായി. കാവിലമ്മയ്ക്ക് മുൻപിൽ കഴിഞ്ഞ ദിവസം വലിയ പടയണി നടന്നു. കടമനിട്ട ഗോത്ര കലാകളരിയാണ് പടയണിക്ക് നേതൃത്വം നൽകുന്നത്. നാളെ രാവിലെ 9 മുതൽ പകൽ പടയണി നടക്കും. രാത്രി 8-ന് സാംസ്കാരിക സമ്മേളനം കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് കെ പുരുഷോത്തമൻ പിള്ള അധ്യക്ഷത വഹിക്കും. രാത്രി 10:30-ന് എഴുന്നള്ളത്തും വിളക്കും നടക്കും. 11:30-യോടെ പടയണിക്ക് സമാപനം കുറിച്ച് കൊട്ടിക്കേറ്റുന്ന ചടങ്ങും നടക്കും. ശബരിമല ഫെസ്റ്റിവൽ ഓഫീസ് പമ്പയിൽ പ്രവർത്തനം ആരംഭിച്ചു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് ഫെസ്റ്റിവൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ബോർഡ് യോഗം ചേരുന്നതിനുള്ള ഹാൾ, കോൺഫറൻസ് ഹാൾ, പ്രസിഡന്റിനും ബോർഡ് അംഗങ്ങൾക്കുമുള്ള മുറികൾ, ചീഫ് എഞ്ചിനീയർ, ദേവസ്വം കമ്മീഷണർ, ദേവസ്വം സെക്രട്ടറി എന്നിവർക്കുള്ള ക്യാബിനുകൾ, ഫ്രണ്ട് ഓഫീസ് എന്നിവ ഫെസ്റ്റിവൽ കൺട്രോൾ ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാന ബോർഡ് യോഗങ്ങളും മറ്റു സർക്കാർ വകുപ്പുകളുമായുള്ള ഏകോപന യോഗങ്ങളും ഫെസ്റ്റിവൽ ഓഫീസിൽ നടക്കും. പമ്പ ത്രിവേണിയിൽ BSNL ഓഫീസിന് എതിർവശത്ത് അമൃത ബിൽഡിംഗിലാണ് ശബരിമല ഫെസ്റ്റിവൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. മേട വിഷുപൂജകൾ പൂർത്തിയാക്കി ശബരിമല നടയടച്ചു. തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് ഇത്തവണ സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഇടവമാസ പൂജയ്ക്കായി നട അടുത്ത മാസം 14-ന് തുറക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.